ഇത്തവണ ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ്, തട്ടിക്കൂട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് നമുക്ക് ശരിക്കുള്ളൊരു ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ഇന്നലെ തന്നെ എല്ലാ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളും മേടിച്ചു വന്നു. പിന്നെ ദേ നമ്മൾ ഉണ്ടാക്കാൻ അങ്ങോട്ട് ആരംഭിച്ചില്ലേ. അങ്ങനെ ദേ മസാലക്കൂട്ടുകളെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ നമ്മുടെ ബിരിയാണിയുടെ റൈസ് ഞാനിവിടെ കഴുകി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ദേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, പലരും പല പോലെ ആയിരിക്കും ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും ഉണ്ടാക്കാം. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി പരീക്ഷിച്ച് വിജയിച്ചൊരു സാധനമാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ ഫിഷ് ബിരിയാണിയുടെ മസാലയാണ് ഞാനിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫിഷൊക്കെ അതിലിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റത്തെ അലങ്കാരപ്പണികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതേ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് പിന്നെ അതേ ഞങ്ങൾ തുറന്ന് കഴിക്കാനായിട്ടിരുന്നു മക്കളെ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ ഈ ബിരിയാണി വിളമ്പി തന്നു എന്ന് മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. അങ്ങനെ ദേ ഞാനും മമ്മിയും സമാധാനമായിട്ടിരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് പോയി കിടന്നുറങ്ങി.